ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ എം ഷഫീദ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈം 4 വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ഡാഷ്ബോർഡ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ ബാലൻസ് ഷീറ്റാണ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുക. എന്നാൽ നമ്മുടെ കമ്പനിയിലെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു ചാർട്ട് രൂപേണ റിപ്പോർട്ടായിട്ട് ഷോ ചെയ്ത് കാണിച്ചു തരുന്നൊരു ഭാഗമാണ് ഡാഷ്ബോർഡ്. നമ്മുടെ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടാലിയിൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി സെലക്ട് ചെയ്തതിന് ശേഷം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിന് തൊട്ട് താഴെ ഉണ്ടായിരിക്കും ഡാഷ്ബോർഡ്. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് ഓപ്പൺ ആയിട്ട് വരിക. ഫസ്റ്റ് വൺ സെയിൽസ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് ട്രെൻഡ്, ക്യാഷ് ഇൻ ആൻഡ് ഔട്ട്ഫ്ലോ കാണാം, അതുപോലെ ട്രേഡിംഗ് ഉണ്ട്, ട്രേഡിംഗ് ഡീറ്റെയിൽസ്, അതുപോലെ അസറ്റ് ലാബിലിറ്റീസ്, റിസീവബിൾസ് ആൻഡ് പേയബിൾസ്, അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകളായിട്ടാണ് നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്തതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഷോ ആയിട്ട് വരിക. അപ്പോൾ സെയിൽസ് ട്രെൻഡിൽ കണ്ട് ഓരോ മാസത്തെ ഡേറ്റും കാര്യങ്ങളും ഓരോ മാസമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള മന്തിൻ്റെ മുകളിലായിട്ട് ഓറഞ്ച് ഡോട്ടിൽ കാണിച്ചു തരും. അപ്പം ഞാനതിലാകെ ഒരു സെയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഒരുപാട് സെയിൽസ് നമ്മൾ ഓരോ മാസത്തെ സെയിൽസ് ചെയ്തിരിക്കണം, അതൊരു ലൈൻ ഗ്രാഫ് പോലെയാണ് ഷോ ആയിട്ട് വരിക. അതുപോലെ തന്നെ പർച്ചേസ് ട്രെൻഡിൽ ഞാൻ ഒറ്റ പർച്ചേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓരോ മാസം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതൊരു ലൈൻ ചാർട്ട് അല്ലെങ്കിൽ ലൈൻ ഗ്രാഫ് പോലെയാണ് നമുക്കിത് കാണിച്ചു തരുന്നത്. അതുപോലെ ക്യാഷ് ഇൻ ആൻഡ് ഔട്ട് ഫ്ലോയിൽ ഞാനതിൽ ഒരു റെസിപ്റ്റ് വൗച്ചറിൽ ക്യാഷ് ക്യാപിറ്റലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാഷിലേക്ക് വന്നിട്ടുള്ള എമൗണ്ട് ആണ് ആ ഷോ ആയിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൗച്ചറും ഓപ്പൺ ആയിട്ട് വരും. ഇനി അതുപോലെ റിസീവബിൾസ് ആൻഡ് പേയബിൾസ് കാണിക്കുന്നുണ്ട്, ക്യാഷ് കൊടുക്കാനുള്ളതും അതുപോലെ തന്നെ കിട്ടാനുള്ളതും. അപ്പോൾ നമ്മൾ പർച്ചേസും സെയിലും ചെയ്തിട്ടുണ്ട്, അവരുടെ അടുത്ത് നിന്ന് നമ്മൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടില്ല, പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് രണ്ടുമാണ് അവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ അസറ്റ് ആൻഡ് ലാബിലിറ്റീസിൽ നമുക്കൊരു എമൗണ്ട് കാണാം. പിന്നെ ട്രേഡിംഗ് ഡീറ്റെയിൽസിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്, പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും എമൗണ്ടും കാണിച്ചു തരുന്നുണ്ട്. ഇനി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷിൻ്റെ ബാലൻസ് കാണിച്ചു തരുന്നുണ്ട്, ബാങ്ക് ത്രൂ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ നമുക്ക് പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ കമ്പനി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൽ എക്സ്പാൻഡ് ടൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതായത് ഏതെങ്കിലും ഒരു റിപ്പോർട്ടിനെ നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഷോ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഡ് ടൈല്. അപ്പം ഞാനതിൽ സെയിൽസ് ട്രെൻഡ് ഒന്ന് എക്സ്പാൻഡ് ടൈല് കൊടുത്തപ്പോൾ കണ്ടു, അതാ ഒന്ന് കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഷോ ആയിട്ട് കിട്ടും. പിന്നെ നമുക്കതിൻ്റെ താഴെ ആഡ് ടൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലില്ലാത്ത ഏതെങ്കിലും ഒരു ടൈൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു റിപ്പോർട്ടും കൂടി നമുക്ക് കൂടുതലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനാണ് ആഡ് ടൈല്. അപ്പോൾ ഞാനതിൽ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ടൈലും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റോക്ക് ഐറ്റം ട്രെൻഡ് കാണാം. അപ്പോൾ നമുക്കിതിൽ 2 ഐറ്റംസ് ആണ് ഈ ഒരു കമ്പനിയിലുള്ളത്. അപ്പോൾ ഞാൻ TV സെലക്ട് ചെയ്തപ്പോൾ ആ TVയുടെ ആ ഒരു ടൈലും കൂടി അതിൽ ആഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ കോൺഫിഗർ ടൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യാനോ കാര്യങ്ങളാണ് കോൺഫിഗറേഷൻ. അപ്പോൾ അതിൽ കണ്ടോ ചാർട്ട് ടൈപ്പ് എന്നുള്ളതിൽ, ആ ഗ്രാഫ് ടൈപ്പ് എന്നുള്ളതിൽ ഗ്രാഫ് ഓൺലിയാണ് ഇപ്പോൾ സെലക്ട് ആയി കിടക്കുന്നത്. നമ്മളതിൽ ഡാറ്റ ആൻഡ് ഗ്രാഫ് കൊടുത്തപ്പോൾ ആ ഒരു ഗ്രാഫിൻ്റെ ഡാറ്റയും കൂടി അതിൻ്റെ ടോപ്പിൽ നമുക്ക് കാണിച്ചു തരും. പിന്നെ കോൺഫിഗർ ടൈലിൻ്റെ താഴെയുള്ളത് റിമൂവ് ടൈലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈൽ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ഡാഷ്ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിമൂവ് ടൈല്. അപ്പോൾ അതിൽ റിമൂവിൽ S കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈല് ഡാഷ്ബോർഡിൽ നിന്ന് റിമൂവ് പോയി. ഇനി ഇതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് ചേഞ്ച് വ്യൂ. നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിന് നമുക്ക് വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടോ ഷോ ചെയ്യിക്കുക. അപ്പോൾ അത് കിടക്കുന്നത് ഹൊറിസോണ്ടലായിരുന്നു, നമ്മളത് വെർട്ടിക്കലാക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. ഇനി വീണ്ടും ഹൊറിസോണ്ടലാക്കുമ്പോൾ നമുക്കത് പഴയ ഒരു രീതിയിലേക്ക് തന്നെ ഷോ ആയിട്ട് വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടാലിയിലുള്ള ഡാഷ്ബോർഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാലിയിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.